ഞാനും എൻ്റെ മമ്മിയും കൂടെ മലയാളികൾ കഴിക്കുന്ന ഫുഡ് ഐറ്റംസിനെ കുറിച്ച് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് അറിഞ്ഞൂടല്ലോ മലയാളികൾ എന്താണ് കഴിക്കുന്നത്, അല്ലേ മമ്മി? അങ്ങനെ റിസർച്ച് നടത്തുകയാണ് ഞാനും എൻ്റെ മമ്മിയും കൂടെ. അപ്പോഴത്തേക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ, പക്ഷെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനും എൻ്റെ മമ്മിയും പുറത്തായിരുന്നല്ലോ, ഇവിടെ അല്ലായിരുന്നല്ലോ. വീടിന്റെ വടക്കേപ്പുറത്ത് എന്ന് വെച്ചാൽ നോർത്ത് വേൾഡ് എന്നാണ് എൻ്റെ മമ്മി ഉദ്ദേശിച്ചത്. അപ്പോഴത്തേക്ക് ഞങ്ങൾ യെസ്റ്റർഡേ ഞാനും എൻ്റെ മമ്മിയും കൂടെ കടയിൽ പോയി. കടയല്ല, ഞാനൊരു മമ്മിയും കൂടെ മോളിൽ പോയിട്ട് മോളിന്റെ താഴെ, അതെ മോളിന്റെ താഴത്തെ നിലയിൽ പോയിട്ട് അവിടുന്ന് ഫ്രോങ്സ് വാങ്ങിച്ചു. ഇന്ന് ഫ്രോങ്സ് വാങ്ങിച്ചു എന്റെ മമ്മി അത് തീയലുണ്ടാക്കി. ഫ്രോങ്സ് തീയൽ, അത് പുതിയ കാറിനെയാണ് അങ്ങനെ പറയുന്നത്. ഫ്രോങ്സാ പ്രോൺസ് എന്നാണ് പറയുന്നത് വാങ്ങിച്ച സാധനത്തിന്. ഇതൊരു മാജിക് ഫിഷ് ആണ്. ഇതിന്റെ ഷേപ്പ് ഒക്കെ മാറുമല്ലേ മമ്മി? അതെങ്ങനെ? എണ്ണയിലോട്ടിടുമ്പോ അത് കൊണ്ടങ്ങ് വളയും. ഒരു കൊച്ചു സീറോ പോലെ ഇങ്ങനെ ഉരുണ്ടിരിക്കും. അത് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു അല്ലേ മമ്മി? ഓ ഡിലീഷ്യസ്. എന്നിട്ട് മമ്മി നൂഡിൽസ് എനിക്ക് മമ്മി അവിച്ചു തന്നു. നൂഡിൽസ് അല്ലേ, അത് ടേസ്റ്റി ആയിരുന്നു. നോർത്ത് ആള് കഴിക്കണം, അത് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. അതായത് മമ്മി നൂഡിൽസിന്റെ പൊടി ഹോട്ട് വാട്ടർ അല്ലേ, ഹോട്ട് വാട്ടറിൽ സാൾട്ട് കൂടെ ആഡ് ചെയ്ത് അത് മിക്സ് ചെയ്തിട്ട് ഒരു മെഷീൻ ഇങ്ങനെ എടുത്തിട്ട് ആ മെഷീനകത്ത് അത് പുട്ട് ചെയ്തു അല്ലേ. ഇത് പുട്ട് ചെയ്തപ്പം ഇതിന് അടിയിൽ ഒരു സാധനമല്ലോ ഹോളുള്ള, എന്താ മമ്മി? ചില്ല് വെച്ചിട്ട് അതിന്റെ മുകളിൽ ഈ നൂഡിൽസിന്റെ പൗഡർ മിക്സ് ചെയ്ത സാധനം വെച്ചിട്ട് അതിന്റെ മുകളിൽ വേറൊരു മെഷീൻ വെച്ചിട്ട് അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തപ്പോ ഞാൻ ഷോക്കായി പോയി. എന്ന് വെച്ചാൽ അറിയാമോ, ഇങ്ങനെ അടി കൂടെ ഇങ്ങനെ വര പോലെ കുറെ എണ്ണം ഒരു ഡിഷിനകത്ത് വീണു. ഇങ്ങനെ 4 അല്ലേ അത്. അതെന്ത് ചെയ്തു മമ്മി? എന്നിട്ട് അതെടുത്ത് അത് തിളപ്പിച്ച് വേവിച്ച് ചായ എടുത്ത് അത് മാഗി, അതായത് അതിനെന്തോ പറയുന്നത്, നൂൽപുട്ടെന്നും പറയും, ഇടിയപ്പം, ബീറ്റ് കേക്ക്, ഇടിയപ്പം, അതും കഴിച്ചായിരുന്നു. അത് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. എന്നിട്ട് മമ്മി ഇപ്പൊ ഗ്യാസ് കിട്ടാനില്ല അല്ലേ മമ്മി? ഗ്യാസ് കിട്ടാനില്ല. അപ്പൊ എന്റെ മമ്മി പറഞ്ഞു ഗോ ടു ദാറ്റ് ട്രീ ആൻഡ് കട്ട് ദാറ്റ് ട്രീ എന്ന്. ഓ ഞാൻ പോയി. എന്നിട്ട് ഒരു ആക്സും എന്റെ കൈ തന്നു ഇങ്ങനെ. അത് ഞാൻ കട്ട് ചെയ്തിട്ട് എന്റെ വീടിന്റെ മുറ്റത്ത് കൊണ്ടിട്ടിട്ട് അപ്പൊ മമ്മി പറഞ്ഞു കട്ടിന്റെ സ്മോൾ പീസസ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് കട്ട് ചെയ്തപ്പോ അത് എന്നിട്ട് അതൊരു അതിനെന്താ മമ്മി പറയുന്നത്, അതെടുത്ത് വെച്ച് അടുപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തിൽ എടുത്ത് വെച്ചിട്ട് കുറച്ച് സോയിൽ എന്ന് വെച്ചാൽ മണ്ണ്, ഓയിൽ എന്ന് വെച്ചാൽ എണ്ണ, മണ്ണെണ്ണ, സോയിൽ ഓയിൽ, അത് ഒഴിച്ചിട്ട് മാച്ച് ബോക്സിൽ നിന്ന് ഒരു സാധനം ഇങ്ങനെ ഇത് ചെയ്തിട്ട് അതിനോട്ട് ഇട്ടപ്പോ അതിന്ന് ഫയർ വന്നു. ഓ ഐ വാസ് ഷോക്ക്ഡ്. ഞാൻ സ്തബ്ധനായിപ്പോയി. അതിന് ഫയർവുഡിന്റെ ഒക്കെ അതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഫയർവുഡ് എന്നല്ലേ അതിന് പറയുന്നത്, ഫയർവുഡ് എന്നാണ് അതിനെ പറയുന്നത്. അപ്പൊ അത് അങ്ങനെ ഞങ്ങളുടെ പരീക്ഷ അടുപ്പിത്തി കത്തിക്കുന്ന പറയാം. അപ്പൊ ഞാൻ എന്റെ മമ്മി ഷോക്ക്ഡ് ആയി. ഞങ്ങളുടെ പരീക്ഷകൾ തുടർന്നുകൊണ്ടേ ഇരിക്കും അല്ലേ. എങ്ങനെയാണെന്ന് മിക്കവാറും കത്തിപ്പിടിച്ച് ഒരു ഐഡിയ ഇല്ല. ഫയർഫോഴ്സിനൊക്കെ നമ്മൾ ഇൻഫോം ചെയ്തിട്ടുണ്ട്. എന്തായാലും പരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടേ ഇരിക്കും.